2024 ജൂൺ 24 ഒരു തിങ്കളാഴ്ച ദിവസം കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കളിയിക്കാവിളയ്ക്കടുത്ത പടന്താലിമൂട്ടിൽ കന്യാകുമാരി ദേശീയപാതയ്ക്കരികിൽ ഒരു മഹീന്ദ്ര XUV കാർ നിർത്തിയിട്ടിരിക്കുന്നു. കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ മാത്രം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാറിനടുത്തേക്ക്. സമയം രാത്രി. കുറേ നേരമായി ആ കാർ അവിടെയുണ്ട്. കാറിൻ്റെ ബോണറ്റ് തുറന്നു വച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടായിരുന്ന കാർ റൈസായിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാരിൽ ആരോ ഒരാൾ നടന്നു പോകുന്നതിനിടയിൽ ആ കാറിനുള്ളിലേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരിക്കുന്നു. പക്ഷേ ആ ഇരിപ്പിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അയാൾ കാറിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളുടെ ശരീരം ചോരയിൽ കുളിച്ചിരിക്കുന്നു. കഴുത്ത് മുറിഞ്ഞ് ചോര താഴേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുന്നു. ഉടനെ തന്നെ അയാൾ അടുത്തുള്ളവരെയൊക്കെ വിവരമറിയിച്ചു. പോലീസും സ്ഥലത്തെത്തി. കാർ തുറന്നു പരിശോധിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നയാളുടെ കാൽ ആക്സിലേറ്ററിൽ അമർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാർ റൈസായിക്കൊണ്ടിരുന്നത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴേക്കും ആൾ മരിച്ചിരുന്നു. കാറിൽ നിന്ന് ഒരു കത്തി പോലീസ് കണ്ടെടുത്തു. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടിയ മൃതദേഹം പിന്നീട് അയാളുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കാറിനുള്ളിൽ നിന്ന് കിട്ടിയ രേഖകളിൽ കാറിൽ മരണപ്പെട്ടിരിക്കുന്നയാൾ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് സ്വദേശിയാണ്. മലയൻകീഴ് അണപ്പാട് മുല്ലമ്പള്ളി ഹൗസിൽ ദീപു എന്ന 46-കാരനായിരുന്നു അത്. കളിയിക്കാവിള പോലീസ് മലയൻകീഴ് പോലീസിനെ വിവരമറിയിച്ചു. പുലർച്ചെ 2:30 മണിയായപ്പോഴേക്കും മലയൻകീഴ് പോലീസ് ദീപുവിൻ്റെ ഭാര്യ വിധുമോളെ വിളിച്ച് ഭർത്താവിന് ഒരു അപകടം പറ്റിയെന്നറിയിച്ചു. ഭർത്താവ് ദീപു JCB വാങ്ങാനായി തമിഴ്നാട്ടിലേക്ക് പോയതാണ്. കാർ അപകടത്തിൽപ്പെട്ടതായിരിക്കുമെന്നാണ് വിധുമോൾ കരുതിയത്. അവർ പെട്ടെന്ന് തന്നെ ദീപുവിൻ്റെ മാനേജരായ ഷാജനെ വിളിച്ച് കാര്യം പറഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ ഷാജൻ ദീപുവിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. അപ്പോഴേക്കും അവിടെ മലയൻകീഴ് പോലീസും എത്തിയിരുന്നു. വിധുമോളോട് ദീപു മരണപ്പെട്ട കാര്യം പറഞ്ഞില്ല. ദീപുവിന് ഒരു അപകടം പറ്റി, അയാൾ ഹോസ്പിറ്റലിലാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. വിധുമോളും ഷാജനും മലയൻകീഴ് പോലീസിനോടൊപ്പം കളിയിക്കാവിളയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഭർത്താവ് മരണപ്പെട്ട കാര്യം വിധുമോൾ അറിയുന്നത്. പോലീസ് ദീപുവിൻ്റെ ഭാര്യയോടും മാനേജരോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കൊല്ലപ്പെട്ട ദീപുവിന് ഒരു ക്രഷറുണ്ട്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് പഴയ JCB വാങ്ങിക്കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി മറിച്ചു വിൽക്കുന്ന ബിസിനസ് കൂടി ദീപുവിനുണ്ടായിരുന്നു. ഇതിനായി വീടിനോട് ചേർന്ന് അയാൾക്കൊരു ലെയ്ത്തുമുണ്ടായിരുന്നു. JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് പോകുകയാണ് എന്നായിരുന്നു ദീപു ഭാര്യയോട് പറഞ്ഞത്. പോകുമ്പോൾ 10 ലക്ഷം രൂപയും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. കളിയിക്കാവിളയിലും തക്കലയിലും നിന്ന് ഓരോരുത്തർ കൂടി തന്നോടൊപ്പം വരുന്നുണ്ടെന്നും ദീപു ഭാര്യയോട് പറഞ്ഞിരുന്നു. പക്ഷേ ആരായിരിക്കും കൊലയാളി? ഈ കാർ എങ്ങനെ കളിയിക്കാവിളയിൽ വന്നു? എപ്പോഴും വാഹനങ്ങളും ആളുകളും ഒക്കെ കടന്നു പോകുന്ന തിരക്കുള്ള ദേശീയപാതയിൽ, അതും പോലീസ് സ്റ്റേഷൻ്റെ വെളിപ്പാടകലെ വെച്ച് ആര്, എങ്ങനെ, എന്തിന് ഈ കൊലപാതകം നടത്തി? ഈ ചോദ്യങ്ങളൊക്കെ പോലീസിനെ വല്ലാതെ കുഴക്കി. മാത്രമല്ല, JCB വാങ്ങാൻ കൊണ്ടുപോയ 10 ലക്ഷം രൂപയും കാറിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. JCB വാങ്ങാൻ പോയ ദീപുവിനോടൊപ്പം എന്തായാലും ഒരു JCB ഓപ്പറേറ്റർ ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെ JCB ഓപ്പറേറ്റർമാരെയും ദീപുവിൻ്റെ ഫോൺ കോളുകളെയും കേന്ദ്രീകരിച്ചായി പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണം. ആ പരിസരത്തും കാർ കടന്നു പോകാൻ ഇടയുണ്ടായിരുന്ന സ്ഥലങ്ങളിലെയും ഒക്കെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. അങ്ങനെ ദീപുവിൻ്റെ കാറിൻ്റെ പിൻ സീറ്റിൽ നിന്ന് ഒരു ബാഗുമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യം പോലീസിനു കിട്ടി. ഇയാളാണ് കൊല നടത്തിയത് എന്നായിരുന്നു പോലീസിൻ്റെ സംശയം. ഇതിനിടയിൽ JCB വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോയ ദീപു നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു JCB ഓപ്പറേറ്ററെയും കൂടെ കൂട്ടി എന്നുള്ള വിവരം പോലീസിന് കിട്ടി. ദീപുവിൻ്റെ കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളിയിക്കാവിള ഭാഗത്തേക്ക് തിരിച്ചു വന്നതായും വീണ്ടും U-ടേൺ എടുത്ത ഒരു പെട്രോൾ പമ്പിനടുത്തായി പാർക്ക് ചെയ്യുന്നതായുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. പക്ഷേ പോലീസിനെ കുഴക്കിയ മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു. പണം ആവശ്യപ്പെട്ട് ഒരു ഗുണ്ടാസംഘം ദീപുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി ഭാര്യ പോലീസിനോട് പറഞ്ഞു. ആദ്യം 5 ലക്ഷവും പിന്നീട് 10 ലക്ഷവും ആവശ്യപ്പെട്ടു. എന്നാൽ പണം കൊടുക്കാൻ ദീപു തയ്യാറായില്ല. അതോടെ പണം കൊടുത്തില്ലെങ്കിൽ മകളെ തട്ടിക്കൊണ്ടുപോകുമെന്നായി ഭീഷണി. ഇതിനിടയിൽ മറ്റൊരു സംഘം വിളിച്ച് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ദീപുവിൻ്റെ ഭാര്യയും മകൻ മാധവും പോലീസിന് മൊഴി നൽകി. തെർമോകോൾ മുറിക്കുന്ന കട്ടർ ഉപയോഗിച്ചാണ് ദീപുവിൻ്റെ കഴുത്തറുത്തത് എന്ന് പോലീസ് കണ്ടെത്തി. കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ട് മുകളിലേക്ക് വലിച്ചു കീറി മുറിവുണ്ടാക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. പിന്നീട് കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി തിരുവനന്തപുരം ഭാഗത്തേക്ക് കടന്നതായും പോലീസിന് സൂചന കിട്ടി. ദീപുവുമായി അടുപ്പമുള്ള ആളാണ് അയാളോടൊപ്പം കാറിലുണ്ടായിരുന്നത് എന്നുള്ള തെളിവ് പോലീസ് കണ്ടെടുത്തു. അതോടെ ദീപുവുമായി അടുപ്പമുള്ളവരെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചായി അന്വേഷണം. ആ അന്വേഷണം ഫലം കണ്ടു. പിന്നെ പ്രതിയിലേക്ക് എത്താൻ ഒരുപാട് നേരമൊന്നും പോലീസിന് വേണ്ടി വന്നില്ല.
ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെട്ടിരുന്ന മലയം സ്വദേശിയായ സജികുമാർ എന്ന അമ്പിളി കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായി. മലയത്ത് ഒളിവിൽ കഴിയുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു അയാൾ. തിരുവനന്തപുരത്തെ ഗുണ്ടാത്തലവനായ മൊട്ട അനിയെ കൊലപ്പെടുത്തിയ കേസിലടക്കം 2 കൊലക്കേസുകളിൽ പ്രതിയായിരുന്നു അമ്പിളി. അമ്പിളി കുറ്റം സമ്മതിച്ചു. എന്നാൽ കഴിഞ്ഞ 6 വർഷമായി യാതൊരു കേസുകളിലും അമ്പിളി പെട്ടിരുന്നില്ല. യാത്രകളിൽ ദീപു അമ്പിളിയെ കൂടെ കൂട്ടാറുമില്ലായിരുന്നു. മാത്രമല്ല, സ്ഥിരമായി ഒപ്പം കൊണ്ടുപോകുന്ന ക്രഷറിൻ്റെ മാനേജർ അനിൽകുമാറിനെ ഈ യാത്രയിൽ ഒപ്പം കൂട്ടിയതുമില്ല. ഇതൊക്കെ ദുരൂഹത വർദ്ധിപ്പിച്ചു. അമ്പിളിയോടൊപ്പം ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിൽ നിന്ന് കാണാതായ 10 ലക്ഷം രൂപയെക്കുറിച്ച് അറിയാനായിരുന്നു അമ്പിളിയുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടക്കുന്ന ദിവസം ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നെന്നും സംശയമുണ്ടെങ്കിൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് നോക്കാനും അമ്പിളിയുടെ ഭാര്യ പറഞ്ഞു. എന്നാൽ കൊലപാതകം നടത്തിയത് സമ്മതിക്കുന്ന ശബ്ദരേഖ കേൾപ്പിച്ചതോടെ ആ ദിവസം ഭർത്താവ് വീട്ടിലില്ലായിരുന്നെന്നും മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെന്നും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ അമ്പിളി പലപ്പോഴും മൊഴിമാറ്റി പോലീസിനെ വട്ടം കറക്കി. ഗുരുതരമായ കരൾ രോഗിയുമായിരുന്നു അമ്പിളി. അമ്പിളിക്ക് സ്വന്തമായി ഫോണില്ലായിരുന്നു. ഡ്രൈവിംഗും അറിയില്ലായിരുന്നു. കാർ സ്റ്റാർട്ടാക്കി ബോണറ്റ് ഉയർത്തിവെച്ച ശേഷം ഇൻഡിക്കേറ്ററുകളെല്ലാം ഓണാക്കിയിരുന്നു. ഡ്രൈവിംഗ് അറിയാത്ത അമ്പിളിക്ക് ഇതെങ്ങനെ കഴിയുമെന്നുള്ളതും പോലീസിനെ കുഴക്കി. നെയ്യാറ്റിൻകരയിൽ നിന്ന് JCB ഓപ്പറേറ്റർ കാറിൽ കയറുമെന്നാണ് ദീപു സുഹൃത്തിനോട് പറഞ്ഞിരുന്നതെങ്കിലും കയറിയത് അമ്പിളിയായിരുന്നു. കോയമ്പത്തൂരിലേക്ക് പോകുന്നതിന് മുൻപ് അമ്പിളി ക്രഷറിലെത്തി ദീപുവിനെ കണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചതായി പോലീസ് കണ്ടെത്തി. ദീപു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരുന്നു ആ സമയത്ത്. അയാളുടെ ഇൻഷുറൻസ് പോളിസികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു. സംഭവം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ദീപു 3,85,00,000 രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വീടിൻ്റെ ഒരു ഭാഗത്ത് താമസിച്ചിട്ട് ബാക്കി ഭാഗം ദീപു സീരിയൽ ഷൂട്ടിങ്ങിന് വാടകയ്ക്ക് നൽകിയിരുന്നു. ദീപുവിനെ കൊലപ്പെടുത്താനായി സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും നൽകിയത് പൂങ്കുളം സ്വദേശിയായ സുനിൽകുമാറാണെന്ന് അമ്പിളി പോലീസിന് മൊഴി നൽകി. ചോദ്യം ചെയ്യലിനിടയിൽ വിചിത്രമായ പല മൊഴികളും അമ്പിളി നൽകി. അതിലൊന്ന് കൊല്ലപ്പെട്ട ദീപുവിൻ്റെ ആവശ്യപ്രകാരമാണ് താൻ അയാളെ കൊലപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ ഇങ്ങനെ മൊഴി മാറ്റുന്നത് അമ്പിളിയുടെ അടവാണെന്നും കൊട്ടേഷൻ കൊടുത്തവരെ രക്ഷിക്കാനുള്ള തന്ത്രമാണെന്നും പോലീസിന് മനസ്സിലായി. ദീപുവിൻ്റെ കാറിൽ നിന്ന് ബാഗുമായി പുറത്തിറങ്ങി നടന്നു പോകുന്നയാൾക്ക് മുടന്തുണ്ടായിരുന്നു. എന്നാൽ താനാണ് കാറിൽ നിന്നിറങ്ങിയതെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുടന്ത് അഭിനയിച്ചതെന്നുമായിരുന്നു അമ്പിളി പോലീസിനോട് പറഞ്ഞത്. കൊല നടത്തിയതിനു ശേഷം പണവും എടുത്ത് കാറിൽ നിന്നിറങ്ങിയ അമ്പിളി ബസ്സിൽ കയറി തൻ്റെ വീട്ടിലേക്ക് പോയി. 5 ലക്ഷം രൂപ പിന്നീട് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പണം വീടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. 2.5 ലക്ഷം രൂപ അയൽക്കാരൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്ത പണമാണെന്ന് പറഞ്ഞാണ് 2.5 ലക്ഷം രൂപ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. കൊലപാതകം നടത്തുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വീടിനടുത്ത് വെച്ച് കത്തിച്ചു കളഞ്ഞു. ദീപുവിൻ്റെ കഴുത്തു മുറിച്ച സർജിക്കൽ ബ്ലേഡ് സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്ന് കണ്ടെടുത്തു. ദീപുവിൻ്റെ അച്ഛനും ക്വാറി നടത്തിയിരുന്നു. അന്നു മുതലേ അമ്പിളിക്ക് ദീപുവിൻ്റെ കുടുംബത്തോട് അടുപ്പമുണ്ടായിരുന്നു. ആഴ്ചയിൽ 1 തവണയെങ്കിലും ദീപുവിനെ വിളിക്കാറുണ്ടായിരുന്നെന്നും JCBയുടെ സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ അയാളെ വിളിക്കാറുള്ളൂ എന്നും അമ്പിളി പോലീസിനോട് പറഞ്ഞു. അമ്പിളിയെ മാർത്താണ്ഡം കോടതി റിമാൻഡ് ചെയ്തു. 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 50ഓളം കേസുകളിലെ പ്രതിയായിരുന്നു 55-കാരനായ അമ്പിളി. യഥാർത്ഥ പേര് സജികുമാർ, അറിയപ്പെടുന്നത് ചൂഴാറ്റുകോട്ട അമ്പിളി. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കൊലപാതകങ്ങളും തിരുവനന്തപുരം നഗരത്തെ നടുക്കിയിരുന്ന കാലത്ത് ഒരു സംഘത്തിൻ്റെ നേതാവായിരുന്നു അമ്പിളി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംഘം ഗുണ്ടകൾ അന്ന് അമ്പിളിയോടൊപ്പം ഉണ്ടായിരുന്നു. MG കോളേജിൽ നിന്ന് ബിരുദ പഠനം കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിലുള്ളപ്പോഴാണ് ആദ്യമായി അമ്പിളി ഒരു കേസിൽ പ്രതിയാകുന്നത്. ചാലയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പിന്നീട് ഇയാൾ പ്രതിയായി. അതിനുശേഷം 7 വർഷത്തോളം മുംബൈയിൽ. തിരിച്ച് നാട്ടിലെത്തിയ അമ്പിളിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ അയാൾ സ്പിരിറ്റ് കടത്തിലേക്കും കള്ളച്ചാരായ നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു. മുക്കുന്നിമലയിലായിരുന്നു അമ്പിളിയുടെ വിഹാരകേന്ദ്രം. വ്യാജച്ചാരായം വാറ്റാനും വിൽക്കാനും അയാൾക്ക് ആളിനെ വേണം. അതിനായി അയാൾ ഒരു ഗുണ്ടാ സംഘത്തെ തന്നെ വളർത്തിയെടുത്തു. ഈ സംഘത്തെ തീറ്റിപ്പോറ്റി. ഈ സംഘത്തിലുണ്ടായിരുന്ന മൊട്ട അനിയുമായി അമ്പിളി ഒരിക്കൽ തെറ്റി. അനി ഒറ്റിയതോടെ അമ്പിളിയുടെ വ്യാജ വാറ്റ് എക്സൈസ് പിടികൂടി. അമ്പിളിക്ക് വലിയ നഷ്ടമുണ്ടായി. ഇതിന് അനിയോട് പകരം ചോദിക്കണം എന്നയാൾ ഉറപ്പിച്ചു. അമ്പിളി തക്കം പാർത്തു നടന്നു. അങ്ങനെ 2006 കരമന തളിയലിൽ വെച്ച് അമ്പിളിയും സംഘവും അനിയെ വെട്ടിക്കൊലപ്പെടുത്തി. ഈ കേസിൽ അമ്പിളി 1-ാം പ്രതിയായി. അക്കാലത്ത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു അമ്മയ്ക്കൊരു മകൻ സോജു. ഈ സോജുവിൻ്റെ സഹോദരിയുടെ ഭർത്താവായിരുന്നു അമ്പിളി വെട്ടിക്കൊലപ്പെടുത്തിയ മൊട്ട അനി. അനിയെ വകവരുത്താനായി അമ്പിളിയെ സഹായിച്ചത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പാറശാലക്കാരൻ ബിനു ആയിരുന്നു.
പാറശാല ബിനുവിനെ സോജിബിൻ്റെ സംഘത്തിൽപ്പെട്ട തങ്കൂട്ടൻ ചൂഴാറ്റുകോട്ടയ്ക്കടുത്തുള്ള വെള്ളൈക്കോണത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് ഇതിൻ്റെ പ്രതികാരമായി തങ്കൂട്ടനെ ചൂഴാറ്റുകോട്ട ജംഗ്ഷനിൽ വെച്ച് പാറശാല ബിനുവിൻ്റെ അനുജൻ മുരുകൻ്റെ സംഘം വെട്ടിക്കൊന്നു. തങ്കൂട്ടനെ കൊലപ്പെടുത്താൻ മുരുകനെ സഹായിച്ചത് അമ്പിളിയായിരുന്നു. ഈ കേസിലും അമ്പിളി പ്രതിയായി. 2001 നേമം സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസിൽ അമ്പിളി പ്രതിയായി. സ്പിരിറ്റ് കടത്തിയതിന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ അമ്പിളി പ്രതിയായി. ഇതിനെല്ലാം പുറമെ തമിഴ്നാട്ടിൽ 5 കേസുകളിൽ പ്രതിയായി. തൻ്റെ വിഹാര കേന്ദ്രമായ മുക്കുന്നിമലയിൽ ക്വാറികൾ തുടങ്ങിയപ്പോൾ അമ്പിളിയുടെ വ്യാജവാറ്റ് നിലച്ചു. ഗുണ്ടാപ്പിരിവ് നടത്തിയായിരുന്നു പിന്നീടുള്ള കുറേ കാലം ജീവിച്ചത്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ചതോടെ അമ്പിളി പതിയെ പിൻവലിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനായ സുനിൽകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റിൻകരയിൽ ഒരു സർജിക്കൽ സ്ഥാപനം നടത്തുകയായിരുന്നു പാറശാലക്കാരനായ സുനിൽകുമാർ. അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഇയാളുടെ കാർ കന്യാകുമാരി കുലശേഖരത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. കാറിൻ്റെ രേഖകൾ പണയപ്പെടുത്തി ഇയാൾ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ആ പണവുമായി ബംഗളൂരു വഴി മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലായത്. അമ്പിളിയുടെ സുഹൃത്തായിരുന്നു സുനിൽകുമാർ. സുനിൽകുമാറിൻ്റെ സുഹൃത്തും ഗൂഢാലോചനയിൽ പങ്കാളിയുമായ പ്രദീപ് ചന്ദ്രനെയും അന്വേഷണ സംഘം പിടികൂടി. അമ്പിളിയെ കളിയിക്കാവിളയിൽ എത്തിച്ചത് സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും കൂടിയായിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡും കയ്യുറയും ക്ലോറോഫാമും മാസ്കും അമ്പിളിക്ക് കൊടുത്തത് സുനിൽകുമാർ ആയിരുന്നു. ഗുണ്ടകളോട് കടുത്ത ആരാധനയായിരുന്നു സുനിൽകുമാറിന്. ഈ ആരാധന കൊണ്ടാണ് ഒരു സുഹൃത്ത് വഴി സുനിൽകുമാർ അമ്പിളിയെ പരിചയപ്പെട്ടത്. ഗുണ്ടകളുടെ വീരകഥകൾ കേൾക്കാൻ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഇയാൾ കഥ കേൾക്കാനായി ഇടയ്ക്കിടെ അമ്പിളിയെ കാണുമായിരുന്നു അത്രേ. ഇങ്ങനെ ഒരു ദിവസം കഥ പറച്ചിലും മദ്യപാനവുമായി ഇരിക്കുമ്പോഴാണ് ദീപുവിനെ കൊലപ്പെടുത്തി പണം തട്ടാനുള്ള പദ്ധതിയിടുന്നത്. 2025 ജൂലൈയിൽ കർശന ഉപാധികളോടെ അമ്പിളിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ പിന്നീട് അധിക നാൾ അയാൾക്ക് ജീവിക്കാനായില്ല. ഗുരുതരമായ കരൾ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു അമ്പിളി. ജാമ്യത്തിലിറങ്ങിയ അയാളെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കുമ്പോൾ ഒക്ടോബർ 25 അയാൾ മരണത്തിന് കീഴടങ്ങി. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അമ്പിളി ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിൻ്റെ നാഥനയായിരുന്നു. മരിക്കുമ്പോൾ പോലും ഒരാളുടെയും സഹതാപം കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കാലത്ത് തലസ്ഥാന നഗരത്തെ വിറപ്പിച്ച ചൂഴാറ്റുകോട്ട അമ്പിളി ഒടുങ്ങിത്തീർന്നു.